അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രുക്കുവിനെ വിജയശങ്കർ പറഞ്ഞയച്ചിരിക്കുന്നത് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അപ്പോൾ തന്നെ പറയണം എന്ന് പറഞ്ഞിട്ടാണല്ലോ. അതേപോലെ തന്നെ ചന്ദ്ര വിളിച്ച് രുക്കുവിനോട് സംസാരിക്കുകയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതേസമയം എന്തായാലും ശരി മുകുന്ദൻ്റെ കയ്യിൽ വിലങ്ങ് വീണിരിക്കണം എന്നിങ്ങനെ പറയാണ്. അതേപോലെ അർച്ചന JKയുടെ അടുത്ത് പോയിട്ട് വീട് ഒഴിയാൻ പറഞ്ഞതും അവരുടെ അമ്മ ടീച്ചറാണെന്നുള്ള പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറയണം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കാകെ കലി തുള്ളുകയാണ്. അതിനുശേഷം ചന്ദ്ര രുക്കുവിനോട് പറയുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ശരി അച്ചു ആ മുകുന്ദൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയാണ്. അതേസമയം രുക്കു പറയുന്നുണ്ട്, ഏടത്തി എന്തായാലും വിഷമിക്കേണ്ട, അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന് പറയണം കേട്ടോ. അതേപോലെ തന്നെ മഞ്ജുവിനും ഭയങ്കര സന്തോഷമാണ്. എന്തായാലും എങ്ങനെയെങ്കിലും മുകുന്ദനെ അച്ചു കൊണ്ടുപോകണം അറസ്റ്റ് ചെയ്തിട്ട് എന്ന് തന്നെയാണ് മഞ്ജുവിൻ്റെയും തീരുമാനം. അതേപോലെ തന്നെ അർച്ചന ഓഫീസിൽ പോയപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ദീപ്തിയും അവർ തമ്മിൽ സംസാരിച്ചിട്ടും അതുപോലെ അച്ചു ആ കേസിൻ്റെ ജാമ്യ കാലാവധി കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുകുന്ദന് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അർച്ചന അറിയണം കേട്ടോ. എങ്ങനെ ഞാനിത് മുകുന്ദനോട് പറയും ദീപ്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് അർച്ചന പറയാണ്. അതേസമയം ദീപ്തി പറയണ്ടേ, എന്തായാലും ശരി നേരിട്ട് അച്ചു പോയി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുകുന്ദനൊരു കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന മുകുന്ദനെ ഫോൺ മുകുന്ദനെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറയാണ്. അതേസമയം മുകുന്ദൻ പറയുന്നുണ്ട്, ചേച്ചിയുടെ കോള് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ അച്ചു എന്നെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരുന്നു. അത് സാരമില്ല, അവൻ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അർച്ചനയോട് പറയണം കേട്ടോ. അർച്ചന പറയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അച്ചു നീതിക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാടുന്നത്. ആ സ്വർണ്ണ മുക്കുപണ്ട കേസിൽ ആരാണ് ശരിക്ക് കുറ്റവാളി എന്ന് നമ്മുടെ അച്ചു ഈ അറസ്റ്റിലോടുകൂടി തെളിയിക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?